ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡാണിത്. ഇത് 2 നേരം നമ്മുടെ നാടൻ രീതിയിലാണ് നമ്മുടെ കോഴി വളർത്തൽ കേട്ടോ. നാടൻ രീതിയിലുള്ള കോഴി വളർത്തലായതുകൊണ്ട് തന്നെ കോഴികൾക്ക് നെയ് കെട്ടാതിരിക്കാനും പ്രതിരോധ ശക്തി കൂടാനും ഇത് പച്ചരിയാണ്, പകുതി വേവിച്ച പച്ചരിയും ഇതിൽ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പും. ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടി പോകരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അവർക്ക് നെയ് കെട്ടാതിരിക്കാനും പ്രതിരോധ ശക്തി കൂടാനും. പിന്നെ നമ്മുടെ ഇവിടെ രാവിലെ അഴിച്ചു വിടും കോഴികളെ ഒരു 8 മണിയാകുമ്പോൾ. ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, മല അടുത്തുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ ഒരു 8 മണിയോടുകൂടി അഴിച്ചു വിടും. പിന്നെ ഒരു കൂടെ ഉള്ളൂ, അപ്പോൾ അതിൽ എല്ലാവരും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഇതാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു കൊത്തുന്ന ശബ്ദം കേട്ടാൽ ഞാൻ പോയി തുറന്നു വിടും. പിന്നെ നമുക്കുള്ളത് 5 പെട്ടക്കോഴിയും 1 പൂവൻ കോഴിയുമാണ്. അതിൽ മുട്ടയിടുന്നത് 2 എണ്ണേ ഉള്ളൂ. ബാക്കി കുട്ടികളിപ്പോൾ ഇങ്ങനെ വലുതായി വന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കും. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു പൂവനും കൂടി ഉണ്ട്, അപ്പോൾ അവനും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ 7 പേരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു 6 മാസം ആയിട്ടുണ്ട്. നാടൻ തന്നെയാണ് കേട്ടോ. ചെറുതായിട്ട് ക്രോസൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്താ വെച്ചാൽ പൂവൻ കോഴിൻ്റെ പൂവിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അവൻ്റെ കുട്ടികളാണ് ഇപ്പോൾ വലുതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും കൊടുക്കാം. എന്തെന്ന് വെച്ചാൽ അവർക്ക് വയറ് നിറയുകയും ചെയ്യും. പച്ചരി നിങ്ങൾ വെള്ളക്ക അങ്ങനെ കൊടുക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചാതെ അങ്ങനെ പച്ചരി കൊടുത്തു കഴിഞ്ഞാൽ അവരെ കാഷ്ടം അങ്ങനെ വെള്ള കാഷ്ടമായിട്ട് പോവുകയുള്ളൂ, അസുഖങ്ങൾ വരും. അപ്പോൾ ഇതുപോലെ പകുതി വേവിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ കഴിക്കും കേട്ടോ. പിന്നെ സാധാരണ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളരി ഉണ്ടല്ലോ, റേഷനരി പച്ചരി കൂടാതെ കിട്ടുന്ന അത് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അത് അവർ നല്ലപോലെ കഴിക്കും. കോഴിത്തീറ്റ കൊടുത്തിട്ടുള്ളൊരു കോഴി വളർത്തലല്ല, തികച്ചും നാച്ചുറലായിട്ട് നാടൻ രീതിയിൽ പഴയ കാലത്തുള്ള കോഴി വളർത്തലാണ്. പിന്നെ അവർ ആവശ്യമില്ല മുരിങ്ങയില മതിലൊക്കെ കയറി, മുരിങ്ങ മരത്തിൽ തന്നെ അവർ കയറും കേട്ടോ. കമ്പിലൊക്കെ കയറിയിട്ട് അവർ മുരിങ്ങയില, കറിവേപ്പില, പിന്നെ പച്ചപ്പുല്ലുകൾ നമ്മുടെ പരിസരത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ കൊത്തി കഴിക്കും. നല്ലോണം പ്രതിരോധ ശക്തി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തുകയാണെന്ന് വെച്ചെങ്കിലും അവർക്ക് കുറച്ച് മുരിങ്ങയില പച്ചപ്പുല്ലുകളൊക്കെ അങ്ങ് കെട്ടിത്തൂക്കി കൊടുക്കുക, അതല്ലെങ്കിൽ കൊത്തിയരിഞ്ഞ് കൊടുക്കുക. അവർ നല്ലപോലെ കഴിക്കും കേട്ടോ കോഴികൾ. പിന്നെ നമ്മുടെ ഇവിടെ ഗ്രാമപ്രിയ കോഴികൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലുതായി വന്നപ്പോൾ അവരെല്ലാം പൂവന്മാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ കൊടുത്തു. അതിൽ ഒരെണ്ണം മുട്ടയിടാതായിട്ട്, ഒരെണ്ണം പെട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ കുറച്ചൊക്കെ മുട്ടയിട്ടു. പിന്നെ ഇടാതായപ്പോൾ ഞാൻ അവളെ കൂടി കൊടുത്തു. പിന്നെ തണുപ്പ് കൊള്ളിക്കാതിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ മഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ മലയുള്ളതുകൊണ്ടേ, ഇപ്പോൾ അനങ്ങന്മലയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു തണുപ്പ് കുറച്ചൊന്ന് മാറിയതിന് ശേഷമാണ് വിടാറുള്ളത്. പിന്നെ അതുപോലെ വൈകുന്നേരത്ത് അവർ ഒരു 6:30 മണിയാവും കൂട്ടിലോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, നാടൻ രീതിയിൽ തന്നെയാണ്. ആദ്യമൊക്കെ നമ്മൾ ഉച്ചക്ക് കൂട്ടിലാക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ കൂട്ടിലോട്ട് കയറില്ല കേട്ടോ. പിന്നെ മുട്ടയിടാനുള്ളവർ മുട്ടയിടും. നമ്മൾ അവിടെ ഒരു ബോക്സ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലങ്ങനെ കയറി മുട്ടയിടും. പിന്നെ ഒരുപാട് കൂടൊന്നുമില്ല, നമുക്ക് ഒരു കൂടെയുള്ളൂ. അപ്പോൾ അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുന്ന കാണുമ്പോൾ അങ്ങ് തുറന്നു വിടും രാവിലെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. പച്ചരി ഇതുപോലെ വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർക്കൊക്കെ കോഴിത്തീറ്റ കൊടുക്കണം പല കമൻറ്റും വരുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ കോഴികൾക്ക് വേറെ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നും വരാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്